പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ സങ്കടപ്പെടുന്നവരുണ്ട്. ചില കാര്യങ്ങൾ ഓർത്ത് ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്. ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയറെവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയം ഉണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ചയക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതിന് ഇന്ന് പറയാൻ പാടില്ല, പക്ഷേ അതേ രീതിയിലല്ല, അതിന് അടുത്ത ഘട്ടങ്ങളാണ്. അതറിയാമോ, ഒരാഴ്ചയിൽ ഒരേ തീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിവിധമായ വശങ്ങളെ പിടികിട്ടും. ഒരു സ്കൂബ് തന്നെ എടുത്തിട്ട് അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ കാണിക്കുക. സംഭവം ഒന്ന് തന്നെ ആയിരിക്കും. അതിൻ്റെ എല്ലാ വശം 8 ദിക്കുകളെയും നമ്മൾ കാണിക്കും. ആ 8 ദിവസം അങ്ങനെ ദൈവവചനം ഡെയിലി ബ്രെഡ് മുന്നോട്ട് പോകും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ നിർമ്മലൻ എന്ന വചനത്തിലെ ഒരു നല്ല വാക്കുണ്ട്. നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല, എൻ്റെ നിർമ്മലൻ കിടക്കണം, എൻ്റെയാണ്. സങ്കീർത്തനങ്ങൾ 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ, അപ്പം നിങ്ങൾ കേൾക്കുമ്പോർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം മാത്രമാണിത്. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ
എന്നെ വിശ്വസിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്ന ഈശോ പറഞ്ഞിട്ടില്ലേ, അതായിരിക്കും. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം പാതാളങ്ങളുണ്ടാകും. നമ്മൾ വീട് പോണ പാതാളങ്ങളില്ലേ, പാപമാകാം, ബിസിനസ് തകർച്ചയാകാം, ജോലി നഷ്ടമാകാം, വിസ പുതുക്കാത്തതാകാം, അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ. മക്കളില്ലാത്തതാകാം, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം, പല പാതാളങ്ങളുണ്ട്. ഈ പാതാളത്തിൽ വീഴാതിരിക്കാൻ എന്താ മാർഗം? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. ആരെയാണ് ഇത്തരം പാതാളത്തിലേക്ക്, തകർച്ചയിലേക്ക് വിടാത്തത്? ആരെയാണ് വിടാത്തത്? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ആരാണ്? എൻ്റെ എന്നുള്ള വാക്കവിടെ ഉണ്ട്. അതിനാണ് പ്രാധാന്യം. അത് ഈ എൻ്റെ കൂടെ, നിർമ്മലൻ്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോൾ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം എന്തുമാത്രം ആൾക്കാർ, ഇപ്പം നിരീശ്വരന്മാരില്ലേ, നിരീശ്വരന്മാർ ദൈവത്തെ വിശ്വസിക്കാത്തവരും ദൈവത്തെ പുച്ഛവും വെറുപ്പുമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണ്. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല മനുഷ്യരുണ്ട് എൻ്റെ അർത്ഥത്തിൽ. നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട്, നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. നിർമ്മലരായിരിക്കും അവർ, പക്ഷെ എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിർമ്മലത്തെ ദൈവത്തിൻ്റെ സ്വന്തം ആള്. അത് ഒരു ഭയങ്കര ഇതാണ്. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞുള്ള വിഷയമില്ലേ, റോമ 1:6. യേശു ക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. അപ്പം അങ്ങനെ ഒരു വിളിയാണ്. എൻ്റെ നിർമ്മലൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ സ്വന്തമാകുകയാണ്. അപ്പോൾ സ്വന്തമാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഭിരുചി ചില ആൾക്കാർക്ക് യേശു ക്രിസ്തുവിനോട് ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പം അവരതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. കാര്യം സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാകത്തില്ല. അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ്റെ പേര് വില കൊടുക്കും, ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല സൽപ്പേരിന് വേണ്ടി വില കൊടുക്കും. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ ചിലർക്ക് ക്രിസ്തു അത്ര മൂല്യമൊരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നത്തില്ല. കാര്യം അതൊരു വിളിയാണ്. വിളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശെടുക്കണം, കൂടെ വരണം. അപ്പം അത് പേയ്മെൻ്റ് ആണെന്ന് പറഞ്ഞത്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈശോൻ്റെ പേരിലും കുരിശ് എടുത്തുകൊണ്ടായിരിക്കണം. കുരിശ് എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലത്ത് കുരിശിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മരിച്ച് കുറേ കാലം കഴിഞ്ഞ് മാത്രമേ, അത് 1-2 ദിവസം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ വരുമാനമുള്ളൂ. എന്താണ് കുരിശെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അപ്പോഴപ്പോൾ നമുക്ക് റിട്ടേൺസ് കിട്ടണം. കുരിശിന് മാത്രം കിട്ടത്തില്ല. അതാണ് കുരിശിൻ്റെ പ്രത്യേകത. 3-ാം ദിവസം കത്തുന്നൊക്കെ തമസല്ലേ. അപ്പോൾ കുരിശെടുക്കുന്ന കാലത്തൊന്നും റിട്ടേൺസ് ഇല്ല നമുക്ക്. അതിന് റിട്ടേൺസ് കുറേ കാലം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞാന്ന് പറയുമ്പോൾ 3 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മൾ ഡേറ്റ്, കലണ്ടറിലെ ഡേറ്റ് എണ്ണി വെക്കരുത്. ആ 3 ദിവസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. അടക്കി കർത്താവിൻ്റെ നിത്യതയിലാണ്. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കുരിശിൻ്റെ റീഫണ്ട്, ചിലർ എന്നെ മക്കൾ നോക്കണില്ല അച്ഛാ, എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ റോട്ടറി ക്ലബ്ബുകാർ മതി ഇവിടെ. അതിനൊരു പുരോഹിതൻ്റെ ആവശ്യമില്ല. ഒരു ഡിപ്രൈവ്ഡായിട്ട് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാർ അവരൊരു പുരോഹിതനടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം. പക്ഷേ ആ അഭയം പരിപാടി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അനാഥാലയങ്ങളൊക്കെ നടത്തുന്ന ഒത്തിരി പേരില്ലേ, ലേമാനുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റും. പുരോഹിതൻ അത് ചെയ്യേണ്ടതാണ്. പക്ഷെ പുരോഹിതൻ അത് മാത്രം ചെയ്താൽ പോകും. എന്താ കാര്യം? ഇവർ പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുരിശ്
മക്കൾ റീഫണ്ട് ചെയ്യുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? നിത്യത്തിലാണ് റീഫണ്ട് ചെയ്യണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകൾ കർത്താവിൻ്റെ നാമത്തിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയും. നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നല്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത്. അതൊന്നും ഇപ്പോൾ റീഫണ്ടബിൾ അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗമെന്ന് പറയുന്നത് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ അതായത് എൻ്റെ നാമത്തിനെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ നിത്യതയെ റീഫണ്ടബിൾ ആകുന്നതാണ് കുരിശെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ. ബാക്കി എന്ത് കുരിശെടുത്താലും ഇപ്പം നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണം, രാത്രിയും പകലും പഠിക്കുന്നു, നിങ്ങൾക്ക് 4 അക്ക ശമ്പളം കിട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ. അതൊന്നും കുരിശലല്ല, പഠനമൊന്നും കുരിശല്ല. എന്താ കാര്യം? പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാനാണ്. പല അണ്ണന്മാർക്കും കുഴപ്പമെന്ന് പറയാം, 84 വയസ്സ് 82 വയസ്സെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോഴേ ബാലൻസ് ഇല്ല. എന്താ കാര്യം? കർത്താവിന് വേണ്ടി എടുത്ത കുരിശുകളൊന്നുമില്ല. കുറേ കുരിശുകൾ ഭർത്താവിന് വേണ്ടി എടുത്ത്, കുറേ കുരിശുകൾ ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത്, അതെല്ലാം നിങ്ങൾ തന്നെ അവിടേക്ക് നിന്ന് അതിൻ്റെ വരുമാനം മേടിച്ചു, അവരുടെ ആശ്വാസവും അവരുടെ സന്ധിപ്പൊക്കെ വാങ്ങിച്ച് ടാരിയായി പോയി. റീഫണ്ടബിൾ അല്ലാത്ത സാധനം when we take the name of Jesus Christ, that is the Holy Cross. ക്രോസും ഹോളി ക്രോസും ഉണ്ട്. ക്രോസും ഹോളി ക്രോസും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുന്നതിനാണ് ഹോളി ക്രോസ് എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ വരുന്ന മനുഷ്യന്മാരെല്ലാം എടുക്കുന്നത് അവർക്ക് വേണ്ടി എടുക്കുന്ന കുരിശ് സാധാരണ കുരിശാണ്. റീഫണ്ടബിൾ അല്ലാത്തതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുത്തിട്ട് യേശുക്രിസ്തു റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനാണ് കുരിശെന്ന് പറയുന്നത്. അപ്പം അത് എൻ്റെ ഈ കുരിശ് കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരിശ് റീഫണ്ടബിൾ അല്ലെങ്കിൽ ആ കുരിശ് ഹോളി ക്രോസ് ആകാൻ സാധ്യതയുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ നിർമ്മലനാകും. ഓക്കെ അല്ലേ? വളരെ ക്രിസ്ത്യാനിയായിട്ട് ജീവിത കാര്യമല്ലേ, എൻ്റെ നിർമ്മലനാകണം, അത് സ്റ്റാറ്റസാണ്. ഓക്കെ അല്ലേ? പുറപ്പാട് 2:24 ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അതായത് ഉടമ്പടി ഓർമ്മിക്കുമ്പോൾ നമുക്കറിയാമല്ല, ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൻ്റെ നിലവാരം 90 ദിവസത്തേക്കല്ലത്. അതിൻ്റെ അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമാണ്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തെ ബേസ് ചെയ്ത് ഉടമ്പടി ചെയ്യുമ്പോഴാണ് ആ 90 ദിവസമായി വരുന്നത്. ഒരു വ്യക്തിക്ക് ദൈവം നിത്യമായി നിലനിൽക്കുന്ന കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് വസ്തു ഇടപാടുണ്ടെങ്കിൽ ആ ഉടമ്പടിക്കൊക്കെ ഡേറ്റ് ഉണ്ട്. കാര്യം അയാളും ചാകും നിങ്ങളും ചാകും. പക്ഷേ മരിക്കാത്ത ഒരാളുമായിട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോഴപ്പോൾ എന്നേക്കും എന്നാണ് പറയണത്. എന്നേക്കും. കാര്യം മരിക്കാത്ത ഒരാളുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അയാൾ ഒരു മനുഷ്യനാണെങ്കിൽ മരിച്ചു ഉടമ്പടി കാലഘട്ടപ്പെട്ട് പോകും. കല്യാണം ഒരു ഉടമ്പടിയല്ലേ, വിവാഹം ഒരു ഉടമ്പടിയല്ലേ. സെൻറ്റ് പോൾ എന്താ പറയണത്? ഭാര്യ ഭർത്താവ് മരിച്ചാൽ പിന്നെ ആ ഉടമ്പടി നിലനിൽക്കുന്നില്ല. അപ്പോഴെന്ത് സംഭവിച്ചാൽ ഉടമ്പടിയുടെ രീതി അനുസരിച്ച് ദൈവം ഓർക്കേണ്ട ഒരു സിറ്റുവേഷനിൽ പരിശുദ്ധാത്മ നിറഞ്ഞ് നീ ജീവിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? കാര്യം ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്. ഉടമ്പടിയേക്കാൾ വലുതായിട്ട് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവം എത്രയോ സൂപ്പർ ഇൻ്റലിജൻ്റിൽ ഏറ്റവും ടോപ്പായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണിത്. അതുകൊണ്ടാണ് ഇത് ആദ്യകാലം മുതലേ നിലനിൽക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ അവിടെ നമ്മുടെ കൃപാസന വാദിക്ക് ഡെപ്യൂട്ടി ചെയ്തിരിക്കണില്ലേ? ഉൽപ്പത്തി പുസ്തകം മുതൽ കുർബാന വരെ 10 ഉടമ്പടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത് മനുഷ്യരാശിയോട്. അപ്പോൾ ഉടമ്പടിയാണ് ഏറ്റവും ടോപ്പ് സംഭവം. ഉടമ്പടി എന്നുവെച്ചാൽ ഇനി നമ്മൾ ഉടമ്പടി ചെയ്തു, നമ്മുടെ കാലഘട്ടത്തിൽ ആ ഉടമ്പടി ചെയ്ത അത്രയും കാലം നമ്മൾ കൃത്യമായിട്ട് നിന്നു. പക്ഷേ നമുക്ക് കഷ്ടപ്പാട് വരികയാണെങ്കിൽ നിൻ്റെ ഉടമ്പടിയെ പണ്ട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നിനക്ക് കഷ്ടപ്പാട് വരുന്ന കാലത്ത് നീ ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി ഉണ്ടായാൽ മതി. ആ മനുഷ്യൻ്റെ കണ്ട് പനുവിൻ്റെ പറയുന്നത് അവന് ഭക്തിയാണെന്നല്ല. എന്താ ഭക്തി? അവൻ ഉടമ്പടി ചെയ്യാൻ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോകണമെന്ന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ തന്നെ പോയി അഭിഷേകത്തിനെ കണ്ട് തൻ്റെ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ മാപ്പാക്കാൻ പ്രാർത്ഥിച്ചു, മാപ്പ് മേടിച്ചു, വീട്ടിൽ വന്ന് വീടടിച്ച് വാരി എല്ലാം ക്ലിയർ ചെയ്ത് സാക്ഷ്യത്തിൻ്റെ പോക്കതാണ്, അതിൻ്റെ ലെവലതാണ്. വെച്ചാൽ ഓരോ മനുഷ്യന്മാർ ഇപ്പം ഞങ്ങളെ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ക്ലാസ് കൊടുക്കാൻ കാര്യം? ഞാൻ എല്ലാ ദിവസവും ധ്യാനിപ്പിക്കുന്നുണ്ട് അല്ലേ? എല്ലാ ദിവസവും. എന്തുകൊണ്ടാണ് കാര്യം?
ഇത് കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് പേർക്കെങ്കിലും. ഞാൻ ഉച്ച കഴിഞ്ഞ് വന്ന ആൾക്കാർ ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. ഞങ്ങളിവിടെ 2:30 തന്നെ ക്ലാസ് അവസാനിപ്പിച്ച് കളയും. കാര്യം ഉച്ച കഴിഞ്ഞ് വന്നത് അംഗവും കാണാം, താളിയും പറിക്കാനും അളികനെയും കാണാം, ആലപ്പുഴയും പോകാനൊക്കെ പറഞ്ഞ് കറങ്ങി തഞ്ഞ് ഒടിഞ്ഞ് മടങ്ങി വന്ന ആൾക്കാരല്ലേ. അവന്മാർ നമ്മൾ ഇതിനകത്ത് കൂട്ടണില്ല. കാര്യം അവരിതിൻ്റെ സെക്കൻഡായിട്ടാണ് ഇത് കാണുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുടെ കൂടെ ഒരു സംഭവം കൂടി എടുത്തേക്കാമെന്ന് പറഞ്ഞ് പോയി കാണുകയും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഒന്നാമത്തെ രാവിലെയുള്ള ഉടമ്പടി, 10:30 ഉടമ്പടി, 2 മണിക്കുള്ള ഉടമ്പടി, അതിന് ഞങ്ങൾ ആവശ്യമായ ക്ലാസ് നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കും. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി ക്ലാസ്സില്ല. കാര്യം ഇത് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ്. കാര്യം ഇത് നമ്മളൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കൊന്ന് ഓടിത്തിരിഞ്ഞാൽ, ഇപ്പോൾ ഈ മനുഷ്യൻ എന്താണ്, ഉടമ്പടിയുടെ ഭക്തിയാണ് അദ്ദേഹത്തിന്. കാര്യം ഞാൻ എൻ്റെ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ലെവയുടെ പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചില്ലേ, എന്താണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലേവ്യ 11:44. ലെവയ പുസ്തകം 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവേൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. അതാണ് സംഭവം. ദൈവം പരിശുദ്ധനായ വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ നിങ്ങളൊരു അതർ കക്ഷിയാണ്. ദൈവം ഒരു കക്ഷി, നിങ്ങളൊരു കക്ഷി. അപ്പോൾ നിങ്ങൾ ആരായിരിക്കണം? നിങ്ങളും പരിശുദ്ധരായിരിക്കും. ആ ഓൺലൈൻ ഉടമ്പടിക്കാരൻ അതാണ് ചെയ്തിരിക്കുന്നത്. അയാൾ ആ വിശുദ്ധി സൂക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ സഭ നിഷ്കർഷിക്കുന്ന മാർഗ്ഗങ്ങൾ അവലംബിച്ച് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ വന്ന് കർത്താവ് വീട്ടിലേക്ക് വരുന്നതെന്നുള്ളൊരു ബോധം ഉണ്ടായതുകൊണ്ട് വീടെല്ലാം ചവറെല്ലാം മാറ്റി ചപ്പെല്ലാം മാറ്റി അടിച്ച് വൃത്തിയാക്കി മെനയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഉടമ്പടി എടുക്കുന്നത്. അപ്പം അത്രയും ഭക്തിയാണത് കാണിക്കുന്നത്. ഭക്തി വന്നാലുള്ള ഗുണം എന്താ? ഭക്തി വന്നു കഴിഞ്ഞാൽ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ബന്ധമുണ്ട്. കാര്യം ഇപ്പം നമ്മൾ വായിച്ചില്ലേ, എന്താണ്, എന്നേക്കും നിലനിൽക്കുമെന്ന് പറഞ്ഞില്ലേ. അത് തന്നെയല്ലേ മാതാവ് അമ്മയും പറഞ്ഞത്. ലുക്ക 1:50, ലുക്ക 1:50. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 1:50. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും. അപ്പോൾ ഭക്തരുടെ മേലാണ് ഈ കരുണ വർഷിക്കണത്. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? കരുണയാണ്. അതേത് കാലത്താണ് വരണത്? കഷ്ടകാലത്താണ്, കഷ്ടപ്പാടിൻ്റെ കാലത്താണ് ദൈവം നമുക്ക് കാരുണ്യം തരണത്. കഷ്ടപ്പാടുണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ മെരിറ്റുകൾ പോകുമ്പോഴാണ് കഷ്ടപ്പാടുണ്ടാകുന്നത്. നമുക്ക് കഷ്ടപ്പാട് കൊണ്ടാകുന്നത് എപ്പോഴാണ്? മെരിറ്റ്. ഇപ്പോൾ ആ 2 കോടി കടം വന്നത് എങ്ങനെ? മെരിറ്റ് പോയി, പ്രളയം വന്നു, അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം അന്യാധീനപ്പെട്ടു പോയി, കഷ്ടപ്പാടായിപ്പോയി, മെരിറ്റ് പോയി. അപ്പോഴാണ് അദ്ദേഹം ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഒരാഴ്ച കൊണ്ടാണെങ്കിലും വീണ്ടും വന്ന് 2 ദിവസം മുമ്പ് എടുത്ത, ഒരാഴ്ച മുമ്പ് എടുത്ത ഉടമ്പടിയാണ്. പക്ഷേ കടക്കാർ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹം ഉടമ്പടി പ്രമാണം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വീണ്ടും വരികയും. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അത് വിശ്വാസമാണ്. അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടൊന്നും നടന്നില്ലല്ല, ഞാൻ ഇതിനെ ഇനിയും കൊണ്ട് പിന്നെ പത്തനംതിട്ട ആലപ്പുഴ വരെ വരേണ്ടത്, വേറെ പണിയൊന്നുമില്ലേ, അങ്ങനെ ഇരിക്കുക. അതാ വിഷയം. അപ്പോൾ പന്നിയുടെ ഒരു ബുദ്ധിയാണുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. ഒരു ഭക്തൻ്റെ ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ വിഷയം മാറും. ഞാൻ പറഞ്ഞാൽ നിങ്ങളെ സത്യസന്ധരായിരിക്കണം ദൈവതിരുസന്നിധിയിൽ. അതേസമയം തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഭക്തി ഉണ്ടാകണം. അമ്മ എന്താ പറയണത്? ലുക്ക 1:50 എന്താ വായിച്ചു കേട്ടത്? അവിടുത്തെ കാരുണ്യം പറഞ്ഞേ, അവിടുത്തെ കാരുണ്യം തന്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കാരുണ്യം തലമുറകൾ തോറും. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ക്രിസ്ത്യാനോ ഇല്ലേ, ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞില്ലേ, ആദ്യം കോവിഡ് വന്ന് A+, A1, A2 പരീക്ഷയ്ക്ക് കോവിഡ് വന്ന് അത് കുളമായി. B1, B2 പരീക്ഷയ്ക്ക് കൽക്കട്ടായി ഇപ്പോൾ ഫുഡ് പോയ്സൺ അടിച്ച് ആശുപത്രിയിലായി. പരീക്ഷ എഴുതാൻ ആശുപത്രിയിൽ നിന്ന് വന്ന അവസ്ഥ വന്നു. കാര്യം തളർന്ന് തടി പോലെ കിടക്കല്ലേ. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇവർ ഇത്രയും മെറിറ്റെല്ലാം പോയി കഷ്ടപ്പാടായി. പിന്നെ എങ്ങനെയാണ് ഇവർ ജയിച്ചത്? ഇതൊന്നുമില്ലാത്ത ആൾക്കാർ, ഒരു കോവിഡും ഇല്ല, ഒരു ഫുഡ് പോയ്സണും ഇല്ലാത്ത ആൾക്കാർ 5 പ്രാവശ്യം എഴുതിയിട്ട് ജയിക്കണില്ലല്ലോ. ഈ ക്രിസ്ത്യനെ എങ്ങനെ ജയിച്ചതെന്ന് പറഞ്ഞു നിങ്ങൾ? ഒറ്റ കാരണമേ ഉള്ളൂ, അവൾ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അടുത്ത അമ്മയാണ്, അവളെടുത്തിട്ടില്ല. പക്ഷേ ആ ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു. അതാണ് പ്രശ്നം. അമ്മയെടുത്ത ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവൾക്ക് ആ വിശ്വസിക്കുമ്പോൾ അവൾക്ക് ആ ഷെയർ കിട്ടും. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അവൾ സ്വന്തം സാക്ഷ്യം പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉറപ്പായി, അത് മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ. അത് അവ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അവൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. പക്ഷേ എന്താ സംഭവം? അമ്മ ഉടമ്പടി എടുത്ത് എങ്ങനെ ക്രിസ്റ്റിക്ക് കിട്ടണം? എങ്ങനെയാണ്? അത് മാതാവിൻ്റെ ഈ വെളിപാടാണ്.
സങ്കീർത്തനം 103:18 വായിച്ചില്ലേ? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 103 സങ്കീർത്തനം 17 തിരുവചനം. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ, എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അത് തന്നെയാണ് അമ്മ പറയണത്, പരിശുദ്ധമ്മ പറയണത്. ലൂക്കാ 1:50 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്നുള്ള സംഭവം, അതായത് സങ്കീർത്തനം 103:17 കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെത് അമ്മയ്ക്ക് കിട്ടിയ വെളിപാട് എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേലെന്നാക്കി. അത് അമ്മയാക്കിയതാണ്. അമ്മ ആക്കിയതല്ല, പരിശുദ്ധാത്മാന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞതാണ്. എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. അപ്പോൾ തലമുറയെന്ന് പറയുമ്പോൾ ക്രിസ്ത്യജനയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അതാണ് അവർക്ക് മകൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ പേരക്കിടാവിനും കിട്ടിയെന്ന് വരും, പക്ഷേ പേരക്കിടാവിന് കിട്ടാനുള്ള സാധ്യത കൃപാസനത്തിൽ ഇല്ല. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുപ്പിക്കത്തില്ല. ഇപ്പോൾ ഒരു കള്ളത്തരം തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർ വന്ന് അമ്മയെ ഇവിടെ ഡംപ് ചെയ്യും. ആദ്യം 65-67 വയസ്സുള്ള അമ്മയെ കൊണ്ടുവന്ന് മരുമക്കൾ ആരെങ്കിലും ഡംപ് ചെയ്യും. എന്നിട്ട് അവർ ആലപ്പുഴ ബീച്ചിൽ പോകും. നിങ്ങളൊന്ന് സന്ധിക്കണേ. ചില ഓരോ മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ്. അപ്പനും മകനും മരുമകളും കൂടി കൊണ്ടുവന്നിട്ട് അമ്മയെ 77 വയസ്സുകാരെ അമ്മയോട് ഡംപ് ചെയ്യും ആദ്യം. എന്നിട്ട് ഇവർ ആലപ്പുഴ ബീച്ച് കറങ്ങാൻ പോകും. അതൊക്കെ മുമ്പ് അവർക്ക് പ്രായം കുറവാണല്ലോ, അവർ പോയി ഉടമ്പടി പത്രം മേടിച്ചിട്ട് അമ്മയെ കൊടുക്കും അവരുടെ പേരിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉടമ്പടി എടുക്കണതാരാണ്? ഇവർ ആലപ്പുഴ സോറ പറഞ്ഞുകൊണ്ടിരിക്കുക, ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട അമ്മ ഇതിൻ്റെ അകത്ത് മുകളിൽ കയറി ഈ ഉടമ്പടി എടുക്കും. പക്ഷേ മുകളിൽ ചെല്ലുമ്പോൾ അമ്മയെ പിടിക്കും. അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കള്ളത്തരം കാരണം ആളെ നിർത്തിയിട്ടുണ്ട്. അവിടെ 67 വയസ്സ് മുകളിൽ കയറാൻ പോലും ആവതില്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുത്താൽ ഇവർ ഉടമ്പടി ഒരു കാര്യം ചെയ്യത്തില്ലെന്നറിയാം. അപ്പോൾ ഇവരെ കൊണ്ട്, ഈ പ്രായമായ അമ്മച്ചിയെ കൊണ്ട് ആരോ കൈ നനയാതെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടേക്ക് ഒന്ന് അവരെ കൈയോടെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഓഫീസിൽ കൊടുത്തിട്ട് ഫോറം തിരിച്ച് വാങ്ങിക്കും. എന്താ കാര്യം? ഉടമ്പടി സീരിയസ് ആണ്. അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവർക്ക് വിശുദ്ധീകരിക്കാൻ കഴിയില്ല. അവർക്ക് വെള്ളമടിക്കുക, സ്മോൾ അടിക്കുക, കറങ്ങി കിടക്കുകയൊക്കെ ചെയ്യണം. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിനെല്ലാം പറ്റുന്ന ഒരാളെ വീട്ടിൽ ഒരു നേർച്ചക്കോഴിനെ വെച്ചിരിക്കുകയാണ് അമ്മാമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് കൈ നനയാതെ മീൻ ഒരു പണിയും നടക്കത്തില്ല. കാര്യം ഇതിൻ്റെ അകത്ത് സത്യസന്ധത എന്നൊരു സംഭവമുണ്ട്. സത്യസന്ധത. അപ്പം ഒന്നാമത് വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ ഞങ്ങളാണ് സംബന്ധിച്ചുള്ള അത് സമ്മതിച്ചു തരത്തില്ല. കാര്യം ഞങ്ങൾക്ക് കിട്ടിയ നോട്ടെന്ന് പറയുന്നത് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാരാണ്? ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മൾ പറയണതല്ല. ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മാവ് തന്നെ കിട്ടിയിട്ട് അവരെന്ത് മനോഹരമായിട്ടാണ് ആ സംഭവങ്ങൾ ചെയ്യണത്. എന്ത് രീതിയിലാണ് ക്വാളിറ്റിയായിട്ട് അത് വർക്കൗട്ട് ചെയ്യണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യസന്ധമായി ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ഉടമ്പടി ചെയ്ത് തലമുറകൾക്ക് അനുഗ്രഹമാകാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് പുറപ്പാട് പുസ്തകം 2:24 അടിയം പ്രാർത്ഥിക്കുന്നു. എന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് എന്റെ ഉടമ്പടി ഓർക്കുന്ന ദൈവമേ, ഉടമ്പടി അനുസരിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ കാരുണ്യം തലമുറകൾ തോറും ആർജിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മേല് അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് കഷ്ടപ്പാടിന്റെ കാലത്താണ് ദൈവം ഉടമ്പടി ചെയ്യണതെന്നും ഉടമ്പടി അനുസ്മരിക്കണമെന്നുള്ള വചനത്തിലാണ് നമ്മൾ ധ്യാനിച്ച് എത്തിയത്. ഇപ്പോൾ ലാസറിൻ്റെ അവസ്ഥ എന്താണ്? ലാസറിൻ്റെ കുടുംബത്തിനും കഷ്ടപ്പാടിൻ്റെ കാര്യം വരുമ്പോൾ കർത്താവ് എന്താ പറയണതിനെക്കുറിച്ച്? അവിടെ ആണും തൂണും തുണയുമൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അയാളാണ് രോഗബാധിതനായി മരണപ്പെടാൻ പോകുന്നത്. ആ ഒരു കഷ്ടപ്പാടിൻ്റെ കാലത്ത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ കമൻ്റ് എന്താണ്? ഈശോ കഷ്ടപ്പാടിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മഹത്വത്തെക്കുറിച്ചാണ്. കഷ്ടപ്പാട് കാണുമ്പോഴേ കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുമെന്ന് പറയും. കഷ്ടപ്പാട് കാണുമ്പോൾ അവിടുന്ന് മഹത്വത്തെക്കുറിച്ച് അനുസ്മരിക്കും.
നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 11:4 വായിച്ച് യോഹന്നാൻ 11:4. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അതാണ് യോഹന്നാൻ 11:4. അപ്പോൾ ലാസറിൻ്റെ മരണം നമുക്കറിയാം ഏക വരുമാന മാർഗമാണ്. ആണും തുണയുമായ വീട്ടിലുള്ള ഒരാളാണ്. അദ്ദേഹമാണ് മരിച്ചു പോകാനുള്ള രോഗം വരുന്നത്. പക്ഷേ ഈശോ എന്നാ പറയണത്? ഈ രോഗം മരണക്കാരണമല്ല, മറിച്ചെന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനും പിന്നെ എന്താണ്? തദ്വഴി തൻ്റെ ഏകജാതൻ മഹത്വപ്പെടാനും വേണ്ടിയുള്ളതാണ്. കർത്താവിൻ്റെ ഈ മനസ്സ് ഓരോ ഭക്തനും ഉണ്ടാകേണ്ടതാണ്. ഉടമ്പടി ഭക്തൻ എന്ന് വെച്ചാൽ ദൈവസ്നേഹമുള്ളവന്, അല്ലാതെ പത്തിപാരവശ്യം കാണിച്ച് താഴെക്കിടന്ന് ഉള്ളതെന്നല്ല അർത്ഥം. ദൈവത്തോടും വിശ്വാസത്തോടും തൻ്റെ വിശുദ്ധിയോടുമൊക്കെ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം വീടടിച്ചു വാരിയതൊരു ഭക്തകൃത്യമാണ്. അദ്ദേഹം കർത്താവ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടടിച്ചു വാരി വൃത്തിയാക്കിയത് ഒരു ഭക്തകൃത്യമാണ്, ഭക്തികൃത്യമാണത്. ഒരു ദൈവത്തോടുള്ള ഒരു ആരാധനയാണ്. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഷ്ടപ്പാട് വന്നാൽ നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മ ഇല്ലെങ്കിൽ നീ എന്ത് പറയും? ഓ ഇതെൻ്റെ വിധിയാണെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നീ എന്ത് പറയും? നമ്മുടെ വീട് ഇവിടെ നമ്മൾ ഇത് സ്ഥലം ആരോട് വാങ്ങിച്ചതല്ലേ, ഇതൊക്കെ പണ്ടിവിടെ മരിച്ചടക്കമുണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കണമെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മളെന്ത് പറയും? ഇവിടെ കൂടെ തേരോട്ടം ഉണ്ടെന്നാണ് പറയണമെന്ന് പറയും. ഇതാ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടിന് പല മണ്ടത്തരങ്ങളും സങ്കല്പങ്ങളും നമ്മൾ സൂക്ഷിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോൾ എന്ത് പറയും? അതാണ് വ്യത്യാസം. ലോകാത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ വ്യത്യാസം അതാണ്. ഞാൻ നാട്ടിൽ നമ്മുടെ സ്ഥലം ഒരു ഫ്ലോക്ക് സ്കൂൾ ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഒരു മതിൽ കെട്ടി, ഒരു പേര് കെട്ടി. അപ്പോൾ അയൽവാസി വന്ന് ഞാൻ അവിടെ ഉള്ള സമയത്ത് എന്നോട് പറഞ്ഞ്, അച്ഛാ ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ആണ്, അതിന് ഒരു 10-20 അടി അകലെ എന്നാണ് പറമ്പ് പോണത്, അവിടെ നിന്ന് ഷീറ്റ് വെയിൽ പോണത്. അപ്പോൾ അച്ഛൻ ഒരു ദൂരം വിട്ട് തരുവാന്ന് ചോദിച്ചു. കാര്യം ഇതാ വീടിൻ്റെ വാതിക്കൽ വെയിൽ വന്നു കഴിഞ്ഞാൽ വീടിനത് ദോഷമാണ്. അപ്പോൾ പിന്നെ അവിടെ വീട്ടിൽ വരുന്ന ഓരോ പ്രശ്നത്തിനും ഈ വെയിലാണ് പ്രശ്നം കാരണമെന്ന് പറയും. മനസ്സിലായില്ലേ? ഇതുപോലെ നിൻ്റെ വീട്ടിൽ നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടപ്പാടിനും എന്തോ മാനുഷികമായിട്ടുള്ള ഇടപെടലാണ്, അല്ലെങ്കിൽ വേറെ അസർപ്പകമായിട്ടുള്ള എന്തോ ഇടപെടലാണെന്ന് വെച്ചാൽ എന്ന് നീ പറഞ്ഞാൽ, ഇനി വിധിയാണെന്ന് പോലും നീ പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം നീ നയിക്കപ്പെടുന്നത് പക്ക ലോകാരൂപിയിലാണെന്ന് അർത്ഥം. ലോകാരൂപി നയിച്ചാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ അവൻ മാത്രമേ വരുമാന മാർഗമുള്ളൂ, 2 പെങ്ങന്മാരുണ്ട്, അവിടെ ജീവിതം അനാഥപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈ രോഗം മരണകാരണമല്ല. പിന്നെന്താണ്? ഇതിൽ പിതാവാ ദൈവം മഹത്വപ്പെടുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ഏകജാതനും. അപ്പോൾ ഒരു വിഷയം, ഒരു കഷ്ടപ്പാട് വന്നാൽ ദൈവം ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുന്നു. അപ്പോൾ നമ്മളെന്താ ഓർക്കേണ്ടത്? ദൈവം മഹത്വപ്പെടാൻ സമയമായെന്ന് ഓർക്കണം. പിടികിട്ടിയ ഉടമ്പടി രീതി അതാണ്. ഒരു ഇടക്കേട് സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമുക്ക് സങ്കടമാണ് വരണമെങ്കിൽ ഉടനെ ദൈവവേദനെ നീ ഓർക്കണം. എന്താണ്? ദൈവം ഇതുവഴി മഹത്വപ്പെടാൻ സമയമായെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ യോഹന്നാന്റെ സുവിശേഷം 11:4 പ്രാർത്ഥിക്കുന്നു. ലാസറിന്റെ രോഗവിശേഷം കേട്ടപ്പോൾ തന്നെ അത് ദൈവമഹത്വത്തിന് കാരണമാകുമെന്ന് വിവേചിച്ചതുപോലെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെയും കഷ്ടപ്പാടിന്റെ കാലത്ത് ദൈവമഹത്വം കരയേറ്റാൻ പോകുന്നതിനെ അനുസ്മരിക്കാൻ ആവശ്യമായ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. കഷ്ടതയുടെ കാലങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ച് നിന്നെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ട, നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയും ദൈവാനുസ്മരണവും, ഉടമ്പടിയും ദൈവത്തിൻ്റെ മഹത്വവും തമ്മിലെല്ലാം ഒരേ പരിസരങ്ങളിലുള്ള ദൈവാനുഭവമാണ്. ഉടമ്പടി ഉണ്ടായാൽ ദൈവം അനുസ്മരിക്കും.
ദൈവം ഉടമ്പടി അനുസ്മരിച്ചാൽ ദൈവം അടയാളം കാണിക്കും. അടയാളം കാണിച്ചാൽ ആ അടയാളത്തിലൂടെ ദൈവം മഹത്വപ്പെടും. നമ്മുടെ കഷ്ടപ്പാട് മാറും. കഷ്ടപ്പാടും ഉടമ്പടിയും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കഷ്ടപ്പാടും ദൈവമഹത്വവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 2:24 ഒന്നൊരു വായിച്ചേ. പുറപ്പാട് 2:24 ഒന്നൊരു വായിച്ചേ. ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ദീനരോധനം ശ്രമിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഉടമ്പടി ഓർമ്മിക്കുമ്പോൾ ആ ഉടമ്പടി ഓർമ്മിച്ചിട്ടാണ് അതിൻ്റെ പ്രകാരം വീണ്ടും മോസസുമായിട്ട് ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഉടമ്പടി ചെയ്യുന്നത്. എബ്രാഹിമിക് ഉടമ്പടി, യാക്കോബിന് ചെയ്ത ഉടമ്പടി, അതിനുശേഷം ദൈവം പിന്നെ ചെയ്യുന്നത് ജോഷുവായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം മോസസുമായിട്ട് ഉടമ്പടി ചെയ്യും. മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ വലിയ മഹത്വത്തിൻ്റെ ഒരു കാലമാണ് വിരിയാൻ പോകുന്നത്. ഒരു മഹത്വത്തിൻ്റെ വസന്തകാലം. അതിൻ്റെ അടയാളം കാണിക്കും. ഈ ഉടമ്പടിയിൽ എന്തെല്ലാം മഹത്വ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ അടയാളം ആദ്യമേ അത് കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. അബ്രാഹത്തിൻ്റെ ഉടമ്പടിയെ ഓർത്തു, ഇസഹാക്കിൻ്റെ ഉടമ്പടിയെ ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്യണത് എന്താണ്? മോസസുമായിട്ട് ഉടമ്പടി ചെയ്യാൻ. മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? തൻ്റെ സീനായി മലമുകളിൽ ദൈവം മഹത്വരൂപനായി എഴുന്നള്ളൂ. കത്തിച്ചൊലിക്കുന്ന അഗ്നിയുടെ പ്രാഭവത്തിൽ. പുറപ്പാട് 24:17 ശ്രുതികട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 24:17 പുറപ്പാട് 24:17 മലമുകളിൽ എന്ന് പറഞ്ഞ മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നത് മഹത്വത്തിലാണ്. ഉടമ്പടിയും കഷ്ടപ്പാടും ഉടമ്പടിയും മഹത്വവും കണക്കിന് പോണതാണ്. സാക്ഷ്യം ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് നിങ്ങളൊന്ന് ഉടമ്പടി ചെയ്യുന്നു, ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങളൊന്ന് സാക്ഷ്യം പറയുന്നു. അങ്ങനെ ഇത് കണക്റ്റഡാണ്. കഷ്ടപ്പാടും ഉടമ്പടിയും. കഷ്ടപ്പാട് കഴിയുമ്പോൾ ഉണ്ടാകുമ്പോൾ അടുത്ത നടപടി എന്താണ്? ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? ദൈവമഹത്വം. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ്. പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാക്ഷ്യം പറയാതെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന എങ്ങാനും നിങ്ങൾക്ക് തോന്നിയാൽ അത് പിശാച് തോന്നിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ നമുക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയും, ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. ഇനിയും നിങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. നാളെ കാലം ദൈവദർശനം വരുമ്പോൾ എല്ലാം കുളമാകും. കാര്യം ദൈവത്തിന് അറിയാം നിങ്ങൾ ഉടായ്പാണ്, കള്ളവാണ്. സ്വന്തമായിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, സാക്ഷ്യപ്പെടുത്താതെ ചുളിവിൽ മുങ്ങി നടക്കത്തില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യത്തിൻ്റെ മുങ്ങൽ വിദഗ്ധന്മാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുറച്ച് അധികം നീന്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ കൈയും കാലം തളരാൻ സാധ്യത ഉണ്ടാവും. വെറുതെ അതാണ് ഞാൻ ആലപ്പുഴ വന്ന് എന്തിനാ പണി മേടിക്കണമെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യം. അല്ല, ഉടമ്പടി വെച്ചാൽ ലൈറ്റ്നിങ് പോലെയല്ല എക്സ്പീരിയൻസ്. പക്ഷേ അതുപോലെ തന്നെ നീ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടും. കാര്യം ഇതിൻ്റെ ക്രമം അങ്ങനെയാണ്. ആദ്യം കഷ്ടപ്പാട്, പിന്നെ ഉടമ്പടി, പിന്നെ മഹത്വം. ഇപ്പോൾ തന്നെ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ മഹത്വത്തിൻ്റെ മലയിൽ ദൈവത്തെ ഒന്നിനു വായിച്ച് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 24:16 പുറപ്പാട് 24:16-17 കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. അന്ന് പറഞ്ഞ കർത്താവിന്റെ മഹത്വം സിനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. അപ്പോൾ മഹത്വം കാണപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഉടമ്പടി. ഉടമ്പടി മോശമായി ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ മുമ്പാണ് മഹത്വം വെളിവാകണത്. ഇത് ഏത് മഹത്വമാണ്? പിതാവായ ദൈവത്തിൻ്റെ സ്വർഗീയ മഹത്വമാണ്. ഈ മഹത്വമാണ് യേശുക്രിസ്തുവിലേക്ക് വഴിഞ്ഞ് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിലേക്ക് ഈ മഹത്വമാണ് വഴിഞ്ഞ് ലഭിക്കുന്നത്. അതാണ് ലൂക്ക യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയും. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ കറക്റ്റ് ഉടമ്പടി, മരിയൻ ഉടമ്പടിയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്താ സംഭവം? സീനായ മലമുകളിൽ കണ്ട ദൈവത്തിൻ്റെ വെട്ടിത്തിളക്കവും മഹത്വത്തിൻ്റെ വെട്ടിത്തിളക്കവും ആ തിളക്കം തന്നെ വചനം, ആ വചനം തന്നെയാണ് മാംസമായി നമ്മുടെ ഇടയിൽ ക്രിസ്തുവായി ജനിക്കണത്. ആ ക്രിസ്തുവിൽ വിളങ്ങണ എന്താ? പിന്നെ പിതാവിൻ്റെ
എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1:14 ശ്രുതിക്കട്ടെ. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. പറഞ്ഞ് അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പം പിതാവിന്റെ ഏകജാതന്റെ മഹത്വം, ഈ മഹത്വമാണ് പത്രോസ് മറുരൂപ മരയിൽ കാണുന്നത്. മറുരൂപ മരയിൽ കർത്താവ് മഹത്വപ്പെട്ടില്ലേ? നമ്മൾ രണ്ട് പത്രോസിൻ്റെ 1:17-18 കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. 2 പത്രോസ് 1:17. 2 പത്രോസ് എന്ന് പറഞ്ഞാൽ 2 പത്രോസ് 1:17 പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. അപ്പം ഏകജാതൻ്റെ ആ മഹത്വമാണ്, പിതാവിൻ്റെ മഹത്വമാണ് മറുരൂപ മലയിലെ ഏകജാതനിൽ നമ്മൾ കാണുന്ന രൂപാന്തരീകരണം വരെ സംഭവിക്കുന്നത്. ഈ മഹത്വം യോഹന്നാൻ 1:14 പറയുന്ന ഏകജാതനിലെ മഹത്വമാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ, മരിയൻ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്ന മഹത്വം. എന്താ കാര്യം എന്നറിയാമോ? ഈ ഏകജാതൻ്റെ മഹത്വം പുറപ്പാട് 24:17 മഹത്വം, യോഹന്നാൻ 1:14 ഏകജാതൻ്റെ മഹത്വം, 2 പത്രോസിൻ്റെ 1:17 മറുരൂപമരിയിൽ ഈശോ അനുഭവിച്ച ആ ദൈവിക പ്രാഭവ മഹത്വം, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാനായിൽ കാണുന്നത്. കാനായിൽ എന്താ കാണുന്നത്? കാനായിലെ കൽഭരണിയിലെ ഉടമ്പടിയുടെ പ്രമേയം അതാണല്ലോ. കാനായിലെ കൽഭരണിയിലെ ആ ജലവിധാനത്തെ നിഴലിച്ച് വെള്ളത്തെ വീഞ്ഞാക്കുന്ന മഹത്വം എന്താ? അതിന് അടയാളം എന്നാ പറയുന്നത്, മഹത്വത്തിൻ്റെ അടയാളമാണ്. വീഞ്ഞാകുന്ന അത്ഭുതം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ അടയാളമാണ്. നീ ഉടമ്പടിയിൽ ഒരു അനുഭവം നിനക്കുണ്ടായാൽ അത് മഹത്വത്തിൻ്റെ അടയാളമാണ്.